എരിവും മധുരവും കലർന്ന ഒരു മിക്സ്ചറാണ് ഇന്ന് തയ്യാറാക്കുന്നത്. സേവയും ബൂന്തിയും ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഈ മിക്സ്ചർ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയും. ഇതിന് പ്രധാനമായും വേണ്ടത് അവിലാണ്. പിന്നെ കുറച്ച് നിലക്കടല, പൊട്ടുകടല, മുളകുപൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉണക്കമുന്തിരി, ഉണക്കമുളക്, കുറച്ച് വേപ്പില, പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ, പഞ്ചസാര, ഉപ്പ് എന്നിവയും വേണം. രണ്ട് കപ്പ് അവിൽ, 1/4 കപ്പ് കപ്പലണ്ടിയും, 1/2 കപ്പ് പൊട്ടുകടല എന്നിങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോൾ അതിൽ അവിൽ, കപ്പലണ്ടി, പൊട്ടുകടല എന്നിവ വറുത്തെടുക്കണം. ഇതിന് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഒരു കയിൽക്കൊട്ടയാണ്. ചോറൊക്കെ വറുക്കുന്ന കയിൽക്കൊട്ട. ആദ്യം തന്നെ നമുക്ക് കുറച്ച് വേപ്പിലയും പച്ചമുളകും വറുത്തെടുക്കാം. അതിനുശേഷം അവിൽ വറുത്തെടുക്കാം. അവിൽ പലതവണയായാണ് ഞാൻ വറുത്ത് കോരിയെടുത്തത്. വറുത്തെടുക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും ഒരു ബേസിനിൽ കോരി വയ്ക്കാം. പിന്നീട് നിലക്കടലയും അതിനുശേഷം പൊട്ടുകടലയും വറുത്ത് കോരിയെടുക്കാം. പിന്നീട് ഉണക്കമുന്തിരി വറുത്തെടുക്കാം. ഉണക്കമുന്തിരി വറുത്ത് കോരുന്നതിനൊപ്പം ഉണക്കമുളകും കൂടി വറുത്തെടുക്കാം. ചട്ടിയിലെ വെളിച്ചെണ്ണയെല്ലാം
മാറ്റിയതിന് ശേഷം വീണ്ടും അടുപ്പത്ത് വെച്ച് തീ കത്തിക്കാം. ചട്ടിയിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പുപൊടി, 3 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര. ഇതെല്ലാം ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള ചേരുവകൾ എല്ലാം കൂടി ഒന്ന് ചേർത്ത് കുഴച്ചെടുക്കാം. നന്നായി മിക്സായി കഴിഞ്ഞാൽ അത് ചട്ടിയിലെ പൊടിയിലേക്ക് ചേർത്ത് ചെറിയ തീയിൽ സ്റ്റൗ കത്തിക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നേരത്തെ വറുത്തുകോരി വെച്ചിട്ടുള്ള ചേരുവകളെല്ലാം കൂടി ഒന്ന് ചേർത്ത് യോജിപ്പിക്കാം. അതിനുശേഷം ചട്ടിയിലെ പൊടി മൂപ്പിച്ച് വെച്ചതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഒപ്പം ഗ്യാസും ചെറിയ തീയിൽ കത്തിച്ച് വയ്ക്കാം. നന്നായി മുളകും മറ്റു ചേരുവകളെല്ലാം കൂടി കുഴഞ്ഞു കഴിഞ്ഞാൽ തീ ഓഫാക്കാം. വളരെ രുചികരവും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതുമായ മിക്സ്ചർ ഇതാ റെഡിയായിട്ടുണ്ട്. എരിവും മധുരവും ചേർന്ന ഈ മിക്സ്ചർ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത് തന്നെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.